നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ഒരു തുള്ളി വെള്ളം പോലും ചുരത്താത്ത ചോക്കാട് പരുത്തിപ്പറ്റ ഹരിജൻ കുന്ന് കുടിവെള്ള പദ്ധതി കഴിഞ്ഞ ജനുവരി മാസം പൂർത്തീകരിച്ചതായി വിവരാവകാശ രേഖ. പൂർത്തീകരിക്കാത്ത പദ്ധതിക്ക് നൽകിയ പണം കരാറുകാരിൽ നിന്ന് തിരിച്ചുപിടിക്കണമെന്ന് ഡിവൈഎഫ്ഐ. കുടിവെള്ള പദ്ധതിയുടെ പേരിൽ വൻ അഴിമതി നടത്തിയ സംഭവത്തിനെതിരെ നിയമ പോരാട്ടങ്ങൾ ശക്തമാക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതിയിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ചോക്കാട് മേഖലാ കമ്മിറ്റി വിജിലൻസിന് പരാതി നൽകിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ വകയിരുത്തി നടപ്പിലാക്കിയ പരുത്തിപ്പറ്റ ഹരിജൻ കുന്ന് കുടിവെള്ള വിതരണ പദ്ധതിയിൽ വ്യാപകമായ അഴിമതിയും ക്രമക്കേടുമാണ് നടന്നിട്ടുള്ളത്. വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ നൽകിയ ചോദ്യങ്ങൾക്ക് മറുപടിയായി ലഭിച്ചത് 9/1/2024 പദ്ധതി പൂർത്തീകരിച്ച് കോൺട്രാക്ടർക്ക് ഫണ്ട് കൈമാറി എന്നാണ്. എന്നാൽ നാളിതുവരെയായിട്ടും ഈ പ്രദേശവാസികൾക്ക് ഒരു തുള്ളി വെള്ളം പോലും ലഭിച്ചിട്ടില്ല. ഈ പദ്ധതിയുടെ പേര് തന്നെ കുടിവെള്ള വിതരണ പദ്ധതി എന്നാണ്. ഈ പദ്ധതിയിൽ കുടിവെള്ളം ലഭിക്കാതെ എങ്ങനെയാണ് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുക? വർക്ക് പൂർത്തീകരിക്കാതെ ഫണ്ട് കൈമാറിയതിൽ സർക്കാരിന്റെ പണം അഴിമതി നടത്തി കൊള്ളയടിക്കുക എന്ന ലക്ഷ്യമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ജില്ലാ പഞ്ചായത്ത് ഭരണകൂടത്തിനുമുള്ളത്. കുടിവെള്ളത്തിന് ഏറെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. ഇവരോട് ചെയ്യുന്ന വഞ്ചനപരമായ സമീപനമാണ് ഇത്. ഇതിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇസ്മായിൽ മൂത്തടം അടക്കമുള്ള ജനപ്രതിനിധികളുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണം. ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വാർഡിലാണ് ഈ നഗ്നമായ അഴിമതിക്കെതിരെ ഡിവൈഎഫ്ഐ ചോക്കാട് മേഖലാ കമ്മിറ്റി നിയമപരമായ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ വിജിലൻസിന് പരാതി നൽകി. ഈ വിഷയത്തിൽ സാധ്യമായ എല്ലാ നിയമ പോരാട്ടങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നതാണ്. ചോക്കാട് പരുത്തിപ്പറ്റ ഹരിജൻകുന്ന് പ്രദേശം കുടിവെള്ളത്തിനു വേണ്ടി പതിറ്റാണ്ടുകളോളമായി വളരെ പ്രയാസം അനുഭവിക്കുകയാണ്. മഴവെള്ളം ശേഖരിച്ച് ശുചീകരണം നടത്തുന്നതിന് ഉപയോഗിക്കുകയും കുടിവെള്ളത്തിനായി പല വീടുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇതിന് പരിഹാരമായി കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് ഒരു തുള്ളി വെള്ളം പോലും നൽകുന്നില്ലെന്നും പൂർത്തീകരിച്ചതായും വിവരാവകാശ രേഖ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പുറത്തുവിട്ടത്. പരുത്തിപ്പറ്റ ഹരിജൻകുന്ന് കുടിവെള്ള പദ്ധതിയും മറ്റു പല പദ്ധതികളെയും പോലെ വെള്ളം കുടി പദ്ധതികളായി മാറിയിരിക്കുകയാണെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ നിരവധി കുടിവെള്ള പദ്ധതികളെ പോലെ തന്നെ ഈ പരുത്തിപ്പറ്റയിലെ കുടിവെള്ള പദ്ധതിയിലും വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഇസ്മായിൽ മൂത്തേടവും അതുപോലെ തന്നെ നമ്മുടെ ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് EP സിറാജ് അടക്കമുള്ളവർ ഇതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയ അഴിമതിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇതിലുള്ള ക്രമക്കേടുകൾ ഇതാ ഡിവൈഎഫ്ഐ ഇവിടെ തുറന്നു കാണിക്കപ്പെടുകയാണ്. ഇതിന്റെ പേരിൽ നമ്മൾ കൊടുത്ത വിവരാവകാശ പ്രകാരം നമുക്ക് കിട്ടിയ മറുപടിയാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. പദ്ധതി പൂർത്തീകരിച്ച് ഫണ്ട് കൈമാറിയ പദ്ധതിയിൽ ഇനിയും ആ നിവാസികൾക്ക് കുടിവെള്ളം ഇതുവരെ ലഭ്യമായിട്ടില്ല. 50-ലേറെ വീടുകൾ താമസിക്കുന്ന അവർക്ക് ഇപ്പോഴും 1 കിലോമീറ്ററുകളോളം നടന്നുകൊണ്ടാണ് ഇവർ കുടിവെള്ളത്തിനായിട്ട്. ജനങ്ങളുടെ ദുരിതം ചൂഷണം ചെയ്ത് തട്ടിപ്പ് പദ്ധതികൾ നടത്തി വൻ അഴിമതിയാണ് കുടിവെള്ള പദ്ധതിയുടെ പേരിൽ നടത്തിയിട്ടുള്ളതെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന സർക്കാർ നൽകുന്ന പദ്ധതി വിഹിതത്തിൽ നിന്ന് പദ്ധതികൾ രൂപീകരിക്കുകയും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കരാറുകാരും നടത്തുന്ന ഇത്തരം തീവെട്ടിക്കൊള്ളകൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിച്ചു. ഏറെ പ്രതീക്ഷയോടെയാണ് 1/4 കോടിയോളം രൂപ ചിലവഴിച്ച് നടപ്പാക്കുന്ന പദ്ധതിയെ പ്രദേശത്തുകാർ വീക്ഷിച്ചത്. ഇപ്പോഴും കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച് വെള്ളം നൽകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാർ. എന്നാൽ പദ്ധതി പൂർത്തീകരിച്ചതായി രേഖ പുറത്തു വന്നതോടെ കടുത്ത പ്രതിഷേധത്തിലാണ് പ്രദേശത്തെ വീട്ടമ്മമാരും നിവാസികളും. ചോക്കാട് മേഖലാ സെക്രട്ടറി കെ റനീദ, പ്രസിഡന്റ് റിയാസ് തെച്ചിയോടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. Teddy Baby Diaper and Pants made for Indian baby body type.